ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറെ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. ഇന്ന് എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ് കേട്ടോ. വേറെ ഒന്നല്ല, ഇന്നെന്റെ കല്യാണ തലേന്നാണ്. അതായത് ഇന്നെന്റെ പുടവ കൊടുക്കൽ ചടങ്ങാണ് കേട്ടോ. അതിന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഞാൻ. എൻ്റെ അടുത്ത് സ്നേഹയുണ്ട്, മലപ്പുറത്ത് നിന്ന് എൻ്റെ കല്യാണം കൂടാൻ വേണ്ടി വന്നാട്ടോ. ഇനി നമുക്ക് ഒരുങ്ങിയിട്ട് കാണാട്ടെ തന്നെ. ഒരുങ്ങി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ഇരുട്ടായിട്ടോ. 6:30 ആയപ്പോഴത്തേനും നല്ല ഇരുട്ടായി. ഞങ്ങൾ നേരെ ഹാളിലേക്കാണ് കേട്ടോ പോയത്. ഇത് നമ്മുടെ ചീറ്റുവേലുള്ള ഷാ ഇന്റർനാഷണൽ ഓഡിറ്റോറിയം ആണ്. ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഫംഗ്ഷൻ. എൻ്റെ കല്യാണവും കല്യാണത്തലേന്നും എല്ലാതും ഈ ഹാളിൽ തന്നെ വെച്ചിട്ടാണ് നടന്നത്. ഇതാണ് കേട്ടോ സ്റ്റേജ് വരുന്നത്. സ്റ്റേജ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നേ. വീട്ടിൽ നിന്ന് ഇറങ്ങാനായപ്പോഴാണ് കേട്ടോ നെയിൽ പോളിഷ് എടുക്കാനായിട്ട് മാറുന്നത്. ഗ്രീൻ തന്നെ വേണമല്ലോ, അതെടുത്ത് നേരെ കാറിലിട്ടെ. പിന്നെ സ്റ്റേജിലേക്ക് കയറുന്നതിനെക്കാട്ടി മുന്നേ ഞാൻ സ്നേഹം കൂടിയിട്ട് അത് ഇട്ടു കേട്ടോ കയ്യില്. വിനു വരാനായിട്ട് ഇനിയും ടൈം ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ചെന്നപ്പോ തന്നെ ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ തന്നെയായിരുന്നേ. അങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്ന സമയത്തായിട്ട് എൻ്റെ അവസാനിച്ചൊക്കെ വന്ന് കയറുമ്പോ തന്നെ അവന്റെ കാലൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായിട്ടോ. ഇപ്പൊ തന്നെ വീണാനെ. അങ്ങനെ നേരെ ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത്. എവിടെ സ്റ്റേജ് കണ്ട എന്റെ സന്തോഷത്തില് അവിടെ എല്ലാം ഓടി നടക്കാട്ടോ. എന്നെ നോക്കണമെന്നില്ല. ചുറ്റുള്ള ആൾക്കാരേനെയും സ്റ്റേജും എല്ലാം കണ്ടതിന് ശേഷമാണ് കേട്ടോ എന്നെ കണ്ടത്. അപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ പിന്നെ എൻ്റെ മേത്ത് കയറിയിരുന്നു കേട്ടോ കുറച്ചു നേരം. എവിടെ പോയാലും ഈ കഷ്ണമുള്ളതുകൊണ്ട് എനിക്ക് കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് ഈ ഒരു മുതലിനെ ആയിരിക്കും കേട്ടോ. അവനാണെങ്കിൽ സ്റ്റേജും ആൾക്കാരെയും പാട്ടും എല്ലാം കൂടി ആയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് കൈ കൊട്ടുക, ഡാൻസ് കളിക്കുക, ഇതൊക്കെയായിരുന്നു കേട്ടോ അവന്റെ പരിപാടികൾ. പിന്നെ എൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ മുഴുവൻ നടക്കുക, അതായിരുന്നു അവന്റെ മെയിൻ പരിപാടി കേട്ടോ. ഒരിടത്ത് ഇരുത്തിയാൽ ഇരിക്കുന്നില്ല, അവൻ ഫുള്ള് നടന്നിങ്ങനെ കാഴ്ചകൾ കാണുമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സിംഗിൾ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു കേട്ടോ. സനേഷ് ചേട്ടനാണ് കേട്ടോ ഫോട്ടോഗ്രാഫി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കല്യാണ വർക്ക്. എൻ്റെ തലേദിവസത്തായാലും കല്യാണത്തിന്റെ ആയാലും എല്ലാ വർക്കും ഞാൻ സനേഷ് ചേട്ടനായിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പുടവ കൊടുക്കൽ ചടങ്ങിന് വേണ്ടിയിട്ട് ഞാൻ സാരിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സാരിയാണ് ഞാൻ ഇതേപോലെ സ്കേർട്ടും ടോപ്പും ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെയാട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്താണോ പറഞ്ഞത് അത് അതേപോലെ തന്നെയാണ് കേട്ടോ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. പുടവ കൊടുക്കൽ ചടങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ഗോൾഡൻ ആൻഡ് റെഡ് കര വരുന്ന ഒരു സാരിയാണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത് വെഡ്ഡിങ് സാരി എടുക്കാൻ പോയ സമയത്താണ് ഞാൻ ഈ ഒരു സാരി കണ്ടത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, ആ സാരി മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ സാരി എടുത്തു കേട്ടോ. ആ സാരി എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ കല്യാണ തലേന്ന് ഞാൻ ഇത് തന്നെ ആക്കിയിട്ടാ. ആ സാരി ഞാൻ എടുത്തു വെച്ചു കേട്ടോ. ഒന്നും ചെയ്തിട്ടില്ല. അതില് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ അത് എടുക്കാന്ന് വെച്ചിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സ്നേഹ ഫസ്റ്റ് എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും അവൾക്ക് കമ്പനി ഒന്നും ഇല്ലാണ്ട് പോസ്റ്റ് ആവോ എന്നുള്ളൊരു പേടി അവൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഗ്യാങ്ങിനെ അങ്ങോട്ട് അവളെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ അവള് സെറ്റ് ആയിട്ടോ അങ്ങോട്ട്. ഇത് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് സുബേർക്കാടെ മക്കളാണ് കേട്ടോ. അവരെനിക്കുള്ള ഗിഫ്റ്റ് ആയിട്ടാട്ടോ വന്നേക്കണത്. ഗിഫ്റ്റ് ഒന്നും ഞാൻ പൊളിച്ചിട്ടില്ല. ഇത് മാത്രല്ല കുറെ ഗിഫ്റ്റ് ഉണ്ട്. ഒന്നും ഞാൻ പൊളിച്ചു നോക്കിയിട്ടില്ല. എല്ലാതും ഞാൻ ഒരുമിച്ച് പൊളിച്ചു നോക്കാന്ന് വെച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഗിഫ്റ്റ് എല്ലാതും ഒരുമിച്ച് പൊളിക്കുന്ന ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എല്ലാവർക്കും ഞാൻ എൻ്റെ ഗിഫ്റ്റ് കിട്ടിയതെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ പവിയും പാമിയും കൂടിയിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുണ്ടായിരുന്നു. ഇതും ഞാൻ പൊളിച്ചിട്ടില്ല. എല്ലാതും ഞാൻ ഒരുമിച്ച് പൊളിക്കാതിരിക്കണോണ്ട് ഒന്നും ഞാൻ പൊളിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ വിനു വന്നു കേട്ടോ. ഞാനിവിടെ സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. വിനു അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ ചേട്ടന്മാരായിട്ട്. വിനുവിന്റെ ഫ്രണ്ട്സും കുറച്ച് റിലേറ്റീവ്സും നേരത്തോടെ തന്നെ വന്നിട്ട് നമ്മളിവിടെ ഗുരുവായൂർ റൂം എടുത്തിട്ടാണ് നിൽക്കുന്നത്. കാരണം അവിടുന്ന് കല്യാണത്തിന്റെ അന്ന് രാവിലെ വരാ എന്നുള്ള പരിപാടി എളുപ്പമല്ലാത്തതുകൊണ്ട് തലേ ദിവസം തന്നെ എല്ലാവരും അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. വിനു അവിടുന്ന് വരുമ്പോഴേ ഞാൻ കണ്ടിട്ടുണ്ടായിട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ചില്ല അവൻ പുടവ കൊടുക്കൽ ചടങ്ങിന് സ്റ്റേജിലേക്ക് കയറുള്ളൂ എന്ന് വിചാരിച്ച. അതിന് മുന്നേ എൻ്റെ അടുത്തേക്ക് വരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വന്നപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. എന്താ പറയണ്ടേന്നൊന്നും അറിയണില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാനപ്പം നിന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് പിന്നെ എല്ലാവരും നിൽക്കുമ്പോൾ ചമ്മലോ അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും ഇല്ല കേട്ടോ. കാരണം ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്നല്ലോ, 8 വർഷമായിട്ട് പ്രേമിക്കണതല്ലേ. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ആരെ നോക്കിയാലും പിടിച്ചാലൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കും കേട്ടോ. ഞാനാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാതെ ഭയങ്കര കൂളായിട്ടാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. വിനു ആണെങ്കിൽ നേരെ തിരിച്ചായിരുന്നേ. വിനു ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങിട്ടാട്ടോ ഈ നിൽക്കണത്. അവന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ അത് പറയും ചെയ്യും കേട്ടോ. ഇതെന്റെ അച്ഛൻ്റെ ഫ്രണ്ട്സ് ആണ്. ഒന്ന് നവാസിക്കയും ഒന്ന് ആരിസ് ബാബുക്കയാണ് കേട്ടോ. അവര് വന്ന സമയത്ത് വിനു ഉള്ളത് കൊണ്ട് സ്റ്റേജിൽ കയറിയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാട്ടോ സംസാരിച്ചിരുന്നത്. ഞങ്ങൾ സംസാരിക്കണം കണ്ടിട്ട് എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചായിരുന്നു, 8 വർഷം സംസാരിച്ചിട്ടും ഇപ്പോഴും നിങ്ങളുടെ സംസാരം തീർന്നില്ലേ, ഇനിയും എന്തുട്ടാ നിങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? സത്യം പറഞ്ഞാല് സംസാരിച്ച് തീരണമൊന്നുമില്ല കേട്ടോ. ഓരോ കാര്യങ്ങളും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന്റെ ഇടയിൽ നമ്മുടെ അവസാന ചെക്കനെ കണ്ടായിരുന്നു. അവനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കൈ കാണിക്കുകയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാല് ഞാൻ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ
ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോണ ഒരു മുതലെന്ന് പറയണത് ഇവനെയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും സങ്കടമുള്ള കാര്യം ഇവന്റെ കാര്യത്തിലാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിനു എൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഇതേ താഴെ പാപ്പൻ്റെ അടുത്തും പാപ്പിയുടെ അടുത്തും വന്നിരുന്നേ. പിന്നെ ശരത്തേട്ടനും അതേപോലെ സായുധക്കയും എല്ലാവരും ഉണ്ടായിരുന്നേ. അവരെടുത്ത് വന്നിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, കുറച്ച് ചർച്ചകളും കാര്യങ്ങളുമാണ്. അടുത്ത പരിപാടി ഉണ്ട്, നമുക്ക് പുടവ കൊടുക്കൽ ചടങ്ങാണ്. അതിനെ പറ്റിയിട്ടുള്ള ചർച്ച ചെയ്യലും പരിപാടികളാണ് കേട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനാണെങ്കിൽ എല്ലാവരോടും സംസാരിച്ചും എടുത്തും കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത പണി വിനുവിനായിരുന്നു. എല്ലാവരെയും കണ്ടും സംസാരിച്ച് നടക്കലായിരുന്നു കേട്ടോ വിനു. സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്തൊക്കെ കിളി പറഞ്ഞൊരു അവസ്ഥയിലാണ് കേട്ടോ ഞാൻ നടന്നിട്ടുണ്ടായിരുന്നത്. കാരണം വേറെ ഒന്നല്ല കേട്ടോ, നാളെ എൻ്റെ കല്യാണമാണ്, ഇന്നെൻ്റെ പുടവ കൊടുക്കൽ ചടങ്ങാണ് ഇപ്പം നടക്കാൻ പോണത്. ആ ഒരു റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ ആ ഒരു ടൈമിൽ നിന്നുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ഒരു തരത്തിലും ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഭയങ്കര മഴയും കറണ്ട് പോക്കലൊക്കെ ഉള്ള കാരണം അതിലൊരു ചെറിയ ടെൻഷൻ എനിക്ക് പിന്നെ ഉണ്ടായി. പക്ഷെ ഈ ഒരു സമയത്തൊന്നും എനിക്ക് ഒരു തരത്തിലും ടെൻഷൻ ഉണ്ടായില്ല കേട്ടോ. നാളെയും കൂടി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അസാനുനെ പഴയതുപോലെ ഇതേപോലെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെയും കൊണ്ടായിരുന്നിട്ട് അവിടെ മൊത്തം നടന്നിട്ടുണ്ടായിരുന്നത്. കാര്യം ഇവർ രണ്ടുപേരും ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും ഞാൻ എന്താ യൂട്യൂബിലേക്ക് വീഡിയോ എടുക്കണമെന്ന് കണ്ടാലും മതി, രണ്ടെണ്ണം രണ്ട് വഴിക്ക് അങ്ങോട്ട് പോകും കേട്ടോ. മെസ്സേജ് അയച്ച് കോൺടാക്ട് ഉണ്ടെങ്കിലും സ്നേഹനെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വിനു കാണുന്നത്. അങ്ങനെ ഞാൻ വിനുവിനാണെങ്കിൽ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഓരോ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഞാനും സ്നേഹമാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആർക്കാ ഹൈറ്റ് എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. അങ്ങനെ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഞങ്ങൾ നിന്ന് നോക്കിയേ, ഏകദേശം സെയിം ഹൈറ്റ് തന്നെയാണ് ഞങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്കൊരു സമാധാനമായത്. ഈ ആഘോഷത്തിന്റെ ഇടയിലും ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നത് ചീച്ചിയുടെ കാര്യത്തിലാട്ടോ. വേറെ ഒന്നല്ല, അവളാണെങ്കിൽ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കല്ലേ, ഡേറ്റ് ആണെങ്കിൽ അടുത്തും വരണം. അതിന്റെ ഒരു ചെറിയ ടെൻഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഇന്നത്തെ മെയിൻ പരിപാടിയാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. വേറെ ഒന്നല്ല, നമ്മുടെ പുടവ കൊടുക്കൽ ചടങ്ങ് അതാണ് ഇനി നടക്കാൻ പോകുന്നത്. ബാക്ക് സ്റ്റേജില് വിനുവിന്റെ റിലേറ്റീവ്സും എനിക്ക് തരാനുള്ള സാരിയും പെട്ടിയും എല്ലാം സെറ്റാക്കി വെക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ തൃശ്ശൂരൊക്കെ പെണ്ണിന് ഉടുക്കാനുള്ള സാരിയും സകല സാധനങ്ങളും തലേ ദിവസം ഇതേപോലെ വീട്ടിൽ വന്നിട്ട് കൊടുക്കുന്നത് ഒന്നില്ലെങ്കിൽ ചെക്കൻ്റെ പെങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചെക്കൻ്റെ റിലേറ്റീവ്സ് മാത്രമായിരിക്കും വരാം. ചെക്കൻ വരാറില്ല മിക്കയിടത്തും. ഞാൻ ചെക്കൻ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ എൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചായിരുന്നു. എനിക്ക് ഉടുക്കാനുള്ള സാരിയും അതേപോലെ ബാക്കി എല്ലാ ഐറ്റംസും എനിക്ക് കൊണ്ടുതന്നത് വിനു തന്നെയായിരുന്നു കേട്ടോ. പുടവ കൊടുക്കൽ ചടങ്ങിന് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അവസാനം പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ അവനാണെങ്കിൽ നിൽക്കണില്ല. അവനക്ക് സ്റ്റേജൊക്കെ കണ്ടപ്പോഴേക്കും അങ്ങോട്ട് ഓടി കളിച്ചോളാൻ വയ്യാണ്ട് അവൻ എൻ്റെ കൈ വിട്ടു പോയിട്ടാ. പിന്നെ ബാക്കിൽ വന്നിട്ട് എൻ്റെ പാവാടയുടെ ബാക്കിൽ വന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടുണ്ടായില്ല കേട്ടോ അവനെ. അങ്ങനെ എല്ലാവരോടും സമ്മതമൊക്കെ ചോദിച്ച് വിനു എനിക്ക് പുടവ കൈമാറിട്ടോ. അങ്ങനെ എൻ്റെ കല്യാണത്തിന് നാളെ ഉടുക്കാനുള്ള പുടവയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ സാരി എടുക്കാൻ നേരത്ത് നിങ്ങളുടെ അടുത്ത് ഗസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് സാരിയാണ് ഞാനിതിൽ സെലക്ട് ചെയ്തതെന്ന്. നിങ്ങൾ എത്ര പേര് ഈ റെഡ് ആൻഡ് വൈറ്റ് കമൻറ്റ് ചെയ്തു എന്നെനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ എടുത്തിരിക്കുന്ന സാരി ഇതാണ് കേട്ടോ. പിന്നെ പെട്ടിയും കൂടി ഉണ്ടായിരുന്നു. പെട്ടി ചേച്ചിയുടെ കയ്യിലേക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഫാമിലി ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ അസാനും ആണെന്നുണ്ടെങ്കിൽ ഒരു കണക്കിനും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഫോട്ടോ എടുക്കാൻ. പിന്നെ ഇത് മൂന്നും വിനുവിന്റെ ഫ്രണ്ട്സ് ആണ്, സായിദക്കയും ശരത്തേട്ടനും അബു. ഇവര് 3 പേരായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിട്ടോ. അങ്ങനെ എല്ലാവരുമായിട്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങിട്ടോ. അപ്പോഴേക്കും ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യം ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല, നേരെ ഫുഡ് കഴിക്കാനായിട്ട് ചെന്നിരുന്നു കേട്ടോ. തലേ ദിവസത്തെ ഫുഡ് വന്നിട്ട് ദമ്മ് ചോറും ചിക്കൻ കറി ആയിരുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നേ. പക്ഷെ കഴിക്കാനിരുന്നപ്പോൾ ആ വിശപ്പൊക്കെ പോയി കുറച്ചേ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പക്ഷെ ഇരുന്ന് കഴിച്ചു തുടങ്ങിയപ്പോൾ അധികം അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല, കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞങ്ങളാണെങ്കിൽ കഴിക്കാനായിട്ട് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. വന്നവരൊക്കെ കഴിച്ചു പോയിട്ടാ, ഞങ്ങൾ മാത്രം കഴിക്കാണ്ടായിരുന്നില്ല. ഏറ്റവും അവസാനം കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 10 മണി 10:30 ആയപ്പോഴത്തേനും പരിപാടി എല്ലാം അവസാനിച്ചു. വണ്ടിയും വെയിറ്റ് ചെയ്ത് നിൽക്കാട്ടോ വീട്ടിലേക്ക് പോകാനായിട്ട്. എന്നെയും സ്നേഹനെയും വിനു ആട്ടോ വീട്ടിലേക്ക് ആക്കി തന്നത്. അപ്പൊ ഗായ്സ്, നാളെ എൻ്റെ കല്യാണമാണ്. കല്യാണത്തിന്റെ വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യണമെന്നാണ്, കാണാനായിട്ട് മറക്കരുത് കേട്ടോ. നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. നാളെ ഇനി കല്യാണത്തിന് മഴ പെയ്യോ എന്താവോ എന്നൊന്നും അറിയില്ല. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ അത്രയുള്ള ഗൈസ്, ടാറ്റ ബൈ ബൈ, സീ യു.